നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന 37ാം സിനിമയിലാണ് വിസ്മയ നായികയായി തുടക്കം കുറിക്കുന്നത്. ജൂൺ ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് തുടക്കം എന്നാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചു. സഹോദരൻ പ്രണവിന് പിന്നാലെയാണ് വിസ്മയം സിനിമയിലേക്ക് എത്തുന്നത്. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിനുടൻ റിപ്പോർട്ടുകൾ. ജിതിൻ കെ ജോസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകൾ തിയേറ്ററിലടക്കം പതിപ്പിച്ചു തുടങ്ങി. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സജീവനെ നായകനാക്കി അരുൺ വൈഗ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള 2ാം വാരത്തിലേക്ക്. ഫ്രാൻകൻ നേച്ചർ ഫിലിംസ്, പൂയപ്പള്ളി ഫിലിംസ് എന്നീ ബാനറുകളിൽ ആൻ സജീവ്, അലക്സാണ്ടർ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രധാന വിജയകാരണം മൗത്ത് പബ്ലിസിറ്റിയാണെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. 20 വർഷത്തിനു ശേഷം വീണ്ടും റിലീസിനൊരുങ്ങി ചിത്രം. ഉദയനാണ് താരം. 4K ദൃശ്യമികവോടെ ജൂലൈ 18-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. മോഹൻലാലും ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രം റോഷൻ ആൻഡ്രൂസ് ആണ് സംവിധാനം ചെയ്തത്. ജിജോ സെബാസ്റ്റ്യൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ജെറിയുടെ ആൺമക്കൾ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. നടി അന്ന രേഷ്മ രാജൻ, മോക്ഷ എന്നിവരുടെ സമൂഹ മാധ്യമത്തിലൂടെയാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത്. എമ്മ ഗ്ലോബൽ ഗ്രൂപ്പ് ക്രിയേഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സുരേഷ് പ്രേമും ഐശ്വര്യ നമ്പ്യാരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ.